വാപ്പ ഇന്ന് വന്നേലേ ഉള്ളൂ. വാപ്പാക്ക് അറിയുന്ന പുള്ളിക്കാരൻ പറയുന്നൊരു ബാധ്യത 20 ലക്ഷം രൂപയ്ക്കകത്തുള്ളൂ. അത് 10 ലക്ഷം രൂപ സൗദിയിലോട്ടുള്ളതും പിന്നെ ഈ 10 ലക്ഷം രൂപ ബാങ്കിൽ ഒരു 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഈ ചെറുകുട്ടിക്ക് ഈ പറയുന്ന അഫാന് അവർ പൈസകളൊക്കെ കൊടുക്കുന്നു. അത് കിട്ടുന്ന പൈസയൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അവർ വരുമ്പോഴൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഉറ്റവരായ ഉന്മയെയും അതുപോലെ തന്നെ ഇളയ മകനെയും സഹോദരനെയും സഹോദര ഭാര്യയെയും ഒക്കെ അവസാനമായി ഒരു നോക്കുപോലും കാണാനാകാതെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച. ഭാര്യ മകന്റെ ആക്രമണത്തിന്റെ ആഘാതത്തിൽ ആശുപത്രി കിടക്കയിൽ, മൂത്ത മകൻ സ്വന്തം കുടുംബക്കാരെ കൊന്നു എന്ന കേസിൽ ജയിലിലും കിടക്കുന്നു. വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകത്തിൽ നീറിപ്പുകയുകയാണ് റഹീം എന്ന പ്രവാസി. കഴിഞ്ഞ 7 വർഷത്തെ പ്രവാസ ജീവിതം ഒന്നുമല്ലാതായിട്ടുള്ള നിമിഷം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിനിടെ മകന് തോന്നിയ അവിവേകം ഒരു കുടുംബത്തിന്റെ സമാധാനം ഒന്നടങ്കം ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ന് പള്ളിക്കബറിടത്തിലെത്തിയ റഹീമിന്റെ ആ അവസ്ഥ പറഞ്ഞ് അറിയിക്കുന്നതിനും അപ്പുറമാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് യാതൊരു ഉത്തരവുമില്ലാത്ത അവസ്ഥയിൽ നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിനൊപ്പമുള്ള പ്രവർത്തകരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ പ്രവാസി മലയാളിയോട് പ്രതികരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം കൊണ്ട് നമ്മൾ മരണം അറിഞ്ഞതിന് ശേഷം നമ്മളവിടെ സാമൂഹ്യപ്രവർത്തകരായിട്ട് ബന്ധപ്പെടുക. ഞാൻ മുമ്പ് സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജീവാരണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നാസ് വക്കം എന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളിക്കാരൻ തന്നെ ഈ പുള്ളിക്കാരനായിട്ട് കോൺടാക്ട് ചെയ്തു. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് പുള്ളിക്കാരൻ്റെ എക്സിറ്റ് ക്ലിയർ ചെയ്തത്. കാരണം അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഒരു ബ്ലോക്ക് അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത് സാധാരണ നമ്മുടെ സ്പോൺസർ നിന്ന് ഒളിച്ചോടി പോകുന്നൊരു സംവിധാനം, ഹുറൂബ് എന്നാണ് അവിടുത്തെ ഇതിൽ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അത് ആയിരുന്നു പ്രശ്നം. അത് ഇന്നലെ ജവാസത്ത് ഡയറക്ടറായിട്ട് നാസ് ബന്ധപ്പെടുകയും അതിൻ്റെ അനുബന്ധിച്ച് പ്രശ്നം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പെട്ടെന്ന് തന്നെ അവർ ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും അതിൻ്റെ പേപ്പർ വർക്കുകൾ ഇന്നലെ ഏതാണ്ട് സൗദി ടൈം 3 മണിയോടുകൂടി പേപ്പർ വർക്കുകൾ കഴിഞ്ഞു. പിന്നെ ടിക്കറ്റിൻ്റെ വിഷയമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കാലയളവ് കഴിഞ്ഞു. അതിൻ്റെ പുതുക്കിയിട്ടില്ലായിരുന്നു. അത് പുതുക്കാൻ അവരുടെ കമ്പനി ബ്ലാക്ക് ലിസ്റ്റായി പോയതുകൊണ്ടാണ് ഒരു വിഷയം. എന്നല്ലാതെ അദ്ദേഹത്തിന് ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത ഇല്ല. അതായത് നമ്മൾ നേരിട്ട് അദ്ദേഹത്തിന് ചോദിച്ചാണ് ഇന്ന് രാവിലെ. അതിന് ഒരു സാമ്പത്തിക ബാധ്യത ഇല്ല. ഏതാണ്ട് 10 ലക്ഷം രൂപയോളം മാത്രമേ സൗദിയിൽ കടമുള്ളൂ. ഇവിടെയും ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള കടമേ ഉള്ളൂ. അതിൽ 5 ലക്ഷം രൂപ ബാങ്ക് ലോണും ബാക്കി 5 ലക്ഷം രൂപ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. അല്ല വേറെ കടങ്ങൾ ബാധ്യതകളൊന്നും പുള്ളിക്കാരനാണ്. ഇല്ലല്ല, അത് വെറുതെ അങ്ങനെയില്ല. അങ്ങനെ ഒരു സംവിധാനമേ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിനൂടെ ഞാൻ അദ്ദേഹത്തിന് എയർപോർട്ടിൽ രൂപ എടുക്കുകയും നമ്മളെ കൂടെ ഇത്രയും സമയം വരെ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ബാധ്യതയില്ല. ഈ 65 ലക്ഷം രൂപ എല്ലാം കൂടെ പറഞ്ഞാൽ 20 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ബാധ്യത. ആ ചിട്ടിയിലെങ്ങാണ്ട് എന്തോ 75,000 രൂപയുടെ ഒരു ബാധ്യത. 75,000 രൂപ അല്ലാതെ ബാധ്യത ഉണ്ടെന്ന് പുള്ളിക്കാരന് അറിവില്ല. അതെ, ഹോസ്പിറ്റലിൽ വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫിനെ കണ്ടു. അവർ തമ്മിൽ സംസാരിച്ചു. വൈഫ് ആദ്യം ചോദിച്ചത് മക്കൾ എന്തെന്ന് ചോദിച്ചപ്പോൾ മക്കൾ പുറത്താണ്, ഇപ്പോൾ ICUയിൽ കൊണ്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചു. ഒരു 10 മിനിറ്റോളം സംസാരിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഇന്ന് പള്ളിയിലോട്ട് വന്നത്. അഫാനെക്കുറിച്ച് മക്കളെക്കുറിച്ച് രണ്ടുപേരെ കുറിച്ച് ചോദിച്ചു. അപ്പം മക്കൾക്ക് ഇങ്ങ് കയറ്റാൻ അവർ കയറ്റത്തില്ല. സഹോദരൻ്റെ വീട്ടിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇളയ മകൻ. അതാണ് ഇന്നത്തെ കാര്യം. അതാണ്. അല്ല, അത് സ്വാഭാവികമായിട്ടുള്ള ബാങ്കിലേക്കുള്ള കടം. ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്ത ബാധ്യതയുണ്ട്. പിന്നെ ബന്ധുക്കൾക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. പിന്നെ സൗദിയിലുള്ളത് ഒരു 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ളത്. അല്ല വേറൊന്നുമില്ല. ആരാണ് ഈ അഫാൻ? ഇല്ലല്ല, അവന് ഇടയ്ക്ക് വിസിറ്റിങ്ങിന് സൗദിയിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാലേ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കുമ്പോൾ അഫാൻ്റെ അടുത്ത് ആരൊക്കെയോ കടം തിരിച്ചു ചോദിച്ചു. അതാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഇല്ല. അതാണ് ഇനിയിപ്പോൾ എൻ്റെ വാപ്പ ഇന്ന് വന്നേലേ ഉള്ളൂ. വാപ്പാക്ക് അറിയുന്ന പുള്ളിക്കാരൻ പറയുന്നൊരു ബാധ്യത 20 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ളൂ. അത് 10 ലക്ഷം രൂപ സൗദിയിലോട്ടുള്ളതും പിന്നെ ഈ 10 ലക്ഷം രൂപ ബാങ്കിൽ ഒരു 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. പിന്നെ ഒരു 5 ലക്ഷം രൂപ ഈ ചിട്ടിയോ എന്തൊക്കെ ചേർന്നൊരു 5 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നല്ല പുള്ളിക്കാരനും അറിയപ്പെടുന്ന ബാധ്യതയൊന്നും പുള്ളിക്കാരനും അറിയത്തില്ല. പുള്ളിക്കാരൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ വൈഫോ മക്കളോ പറയും. അവരൊന്നും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ബാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. അവിടുത്തെ പുതിയ സ്പോൺസറിനെ ഒപ്പിച്ചിട്ട് അല്ല. ഇത് സാധാരണ നമ്മൾ ഉറൂബാക്കുമ്പോൾ പിന്നെ സാധാരണ ജയിലിൽ കിടന്നാണ് കയറി വരേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ സാമൂഹ്യപ്രവർത്തകർ നമ്മളിവിടെ നിന്നുള്ള ബന്ധപ്പെടുന്ന അടിസ്ഥാനത്തിൽ പേപ്പർ വർക്കുകൾ, അതായത് ജയിലിൽ കിടക്കാതെ പുള്ളിക്കാരന് എമർജൻസി എക്സിറ്റ് കിട്ടുകയാണ് ചെയ്തത്. അത് വളരെ ബുദ്ധിമുട്ടിയെടുത്തൊരു സംവിധാനമാണ് അത്. അതാണ് പെട്ടെന്ന് തന്നെ ഒരു സ്പെഷ്യൽ കേസല്ലേ ഇത്. നമുക്ക് എത്രയും പെട്ടെന്ന് ആളിനെ നാട്ടിൽ കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസിക പ്രയാസത്തിൽ അയവ് വരുത്തുക എന്നുള്ളത് കൊണ്ടാണ്
പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഡയറക്ടർ അവിടുത്തെ ജവാസ ഡയറക്ടറായിട്ട് ബന്ധപ്പെട്ട് നാസ് വക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയപ്പെടുത്തുന്നുണ്ട്. പുള്ളിക്കാർ വക്കത്തുള്ളതാണ്. പുള്ളിക്കാരൻ തന്നെ മുൻകൈ എടുത്തു. പിന്നെ നമ്മൾ പുള്ളിക്കാരനെ വിളിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അപ്പോഴുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഇന്നലെ 3 മണിക്ക് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. തിരികെ പോകുന്നതിനെക്കുറിച്ച് നിയമം അങ്ങനെയുള്ള നിയമ നടപടികളൊന്നുമില്ല. തിരികെ വേണമെങ്കിൽ പോവാം. അത് പിന്നെ പുള്ളിക്കാരൻ്റെ ഭാവിയിലുള്ള കാര്യമല്ല. ഇത് അങ്ങനെയുള്ള നിയമ നടപടികളോ മറ്റ് സാമ്പത്തികമായിട്ട് ബ്ലോക്കിങ്ങും അവിടെ ഇല്ല. അല്ലല്ല, ഇത് കോവിഡ് സമയത്ത് പുള്ളിക്കാരൻ ഈ ബിസിനസ് പൊട്ടിപ്പോയി. അപ്പോൾ അതിൽ വന്ന ബാധ്യതയാണ് ഈ 10 ലക്ഷം രൂപ. പിന്നെ ഇത് നികത്താൻ പറ്റാതെ വന്നപ്പോൾ പുള്ളിക്കാരൻ അവിടെ നിന്ന് നമ്മൾ സാധാരണ ഒളിച്ചോടുക എന്നാണ് എന്നെ പറഞ്ഞത്. അവനെ ഉറൂബ് എന്താണ് എന്നെ അറബി വാക്കിൽ ഉപയോഗിക്കുന്നത്. അത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു സംവിധാനമാണ്. പിന്നെ ഈ പൊതുമാപ്പ് വരുമ്പം നോർമലി അവരവിടെ നിന്ന് കയറ്റി വിടും. ഔട്ട്പാസ് ഇന്ത്യൻ എംബസി ഇടപെട്ട് കൊടുക്കും. ഇതങ്ങനെയല്ല. ഇത് പുള്ളിക്കാരൻ ഒളിച്ചോടിയതാണ്. ഇത് നമ്മുടെ നാസ് വക്കം നേരിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജവാസ് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ ഔട്ട്പാസ് ഉണ്ടാക്കി അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ മനസ്സിലാവില്ല. ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രത്യേക ഒരു കേസായിട്ട് പരിഗണിച്ചാണ് ഇതിനെ പുള്ളിക്കാരൻ ഇന്നലെ തന്നെ കയറ്റി വിട്ടത്. ഇന്നലെ ഏതാണ്ട് 12 മണിക്കാണ് നമ്മൾ തന്നെ അറിയുന്നത് പുള്ളിക്കാരൻ വരും. അതാണ് നേരിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൃത്യത്തിലേക്ക് മകൻ പോയി. ഈ അവസ്ഥയിലും ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം എന്താണ്? അതാണ് അദ്ദേഹം വന്ന് എയർപോർട്ടിൽ വന്നപ്പോഴേ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടോ? ഡ്രഗ്സ് ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. പുള്ളിക്കാരൻ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ രക്തം പരിശോധിച്ച് മനസ്സിലായത്. ഡ്രഗ്സ് അല്ല. ഇതിനകം ഒരു കാര്യം പറഞ്ഞത് ഇദ്ദേഹം ഈ മകനെ ചെറിയ രീതിയിൽ ഇടയ്ക്ക് അഡ്വൈസ് ചെയ്തിരുന്നു. അതായത് മീൻസ് അവൻ്റെ ഈ ഇങ്ങോട്ടുള്ള പോക്കിനെ കുറിച്ച് ചെറിയൊരു ഹിൻഡ് ഇദ്ദേഹത്തിന് കിട്ടിയതുപോലെ അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നു. ആ പാവം ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ നോക്കണമല്ലോ. നമ്മൾ ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ എത്രയോ മണിക്കൂർ നമ്മളെ കൂടെ ഇപ്പോൾ ഒരു 4-5-6 മണിക്കൂർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മൊത്തം കാര്യങ്ങൾ സംസാരിച്ചാണ്. പുള്ളിക്കാരൻ ആപ്പാടെ മാനസികാവസ്ഥ അറിയാമല്ലോ. അദ്ദേഹം ഇനി ഇദ്ദേഹം എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ വീട് ഇതാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഇതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിന് സ്വീകരിച്ചു. വന്നപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നമ്മൾ വന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെല്ലാം കണ്ടു. അവരെല്ലാം പുള്ളിക്കാരൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർ എവിടെ പോകാനാണ്? ഇനിയിപ്പോൾ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഹോസ്പിറ്റലിൽ പിന്നെ പോയല്ലേ പറ്റത്തുള്ളൂ. പിന്നെ വൈഫിൻ്റെ ഇനി ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ഓക്കെയാണ്. അവർ നോർമലി ഓക്കെയാണ്. അവർ പിക്കപ്പായി വരും. ഇല്ല, ഞാൻ പോയില്ല. ഞാൻ റൂട്ട് സൈലുള്ള ആളായതുകൊണ്ട് റൂട്ടിലായിരുന്നു. ഇവിടെ വന്ന് വിവരങ്ങൾ അറിഞ്ഞതേ ഉള്ളൂ. അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ സംസാരം ക്ലിയർ അല്ല. അവൻ്റെ ഉമ്മ താടിയലിന് പൊട്ടലൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതായിട്ട് കേട്ടത്. പിന്നെ അതുകൊണ്ട് സംസാരം ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇനി അവരുടെ മൊഴിയെടുക്കാത്തത്. മൊഴിയെടുക്കും എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പറയുന്നത്? ഇപ്പോഴും താൻ കട്ടിലിൽ നിന്ന് വീണു? അവർ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയണത്. അതായത് കട്ടിലിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞതായിട്ട് പറയുന്നത്. ഇളയ മകനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മകനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് എല്ലാവരും ഈ പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ. കൂടുതലായിട്ടൊരു അറിവ് നമുക്കില്ല. നമ്മൾ ഈ സംഭവ സമയത്തൊക്കെ ഇവിടെ വന്ന് വൈകിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അറിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഉമ്മയെ ഇങ്ങനെ രക്തത്തിൽ രക്തം വാർന്നിങ്ങനെ കിടക്കുന്നത് കണ്ടത്. ഉമ്മ എങ്ങനെയാണ് ആളുകൾ കേട്ട്? അയ്യോ, ഉമ്മ ഇവിടുത്തെ മുൻ ഇമാമ് വരെ പറയുന്നത്, പള്ളിയിലെ ഇമാമ് വരെ പറയുന്നത് സ്വർഗത്തിലെ ഉമ്മാമ്മ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരു ഉമ്മാമ്മയായിരുന്നു അവർ. ഞങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഇതിൽ വരുമ്പോഴൊക്കെ അവിടെ ഇരിക്കും. നല്ല ഇതാണ്. ഈ ചെറുകുട്ടിക്ക് ഈ പറയുന്ന അഫാന് അവർ പൈസകളൊക്കെ കൊടുക്കുന്നു. അത് കിട്ടുന്ന പൈസയൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അവർ വരുമ്പോഴൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കണ്ടു. പുള്ളി വന്ന, അതായത് റഹീം ഇപ്പം ഇവൻ്റെ അഫാൻ്റെ വാപ്പ അവിടെ നാട്ടിൽ എത്തി ഖബർസ്ഥാൻ കാണാൻ വേണ്ടി വന്നു. പള്ളിയിൽ വെച്ച് കണ്ട് ഞങ്ങൾ സംസാരിച്ചു. പുള്ളി എന്താ പറയുക, പുള്ളി മെൻ്റലി ഷോക്ക്ഡാണ്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പുള്ളിക്കൊന്നും പറയാനില്ല. പുള്ളി എന്താ പറയണത്? പുള്ളി അവിടെ നിൽക്കുന്ന ആളിന് ഈ എല്ലാം പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഞാൻ കണ്ടു. പുള്ളിയായിട്ട് ഞങ്ങൾ ഒത്തിരി ഒന്നും സംസാരിച്ചില്ല. എന്താ പറയുക, കണ്ണ് നിറയുന്ന. അങ്ങനെ വന്നപ്പോൾ പിന്നെ അങ്ങ് നിർത്തി. എന്തെങ്കിലും ഇപ്പം അഫാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്, കുടുംബത്തോട് മരിക്കാനാണ് തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഇതിന് മാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ അതിൻ്റെ കണക്കുകൾ, കൃത്യമായ കണക്കുകളൊന്നും അറിയത്തില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവരെല്ലാവരും ഈ പറയുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ ചാനൽ വഴി പറഞ്ഞുള്ള അറിവേ എനിക്കും ഉള്ളൂ. കാരണം അവരും താമസിക്കുന്നത് പേരുമലയല്ലേ, അങ്ങ് വെഞ്ഞാറമൂടല്ലേ. നമുക്കറിയില്ല. നമ്മളിവിടെ ഒരു അയൽവാസി. പിന്നെ മാത്രമല്ല ഇവരുടെ ബന്ധങ്ങൾ വരും. നമ്മളളിയൻ്റെയൊക്കെ ബന്ധങ്ങളായിട്ട് വരും. അത്രയേ ഉള്ളൂ. ഇവിടെ അഫാൻ്റെ
സ്ഥലത്തെ അവിടുന്ന് ഇത്തരത്തിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ, അപ്പം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ബോധപൂർവം തന്നെയാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരു സ്വബോധത്തോടെ ഒരാൾ ചെയ്യാൻ കഴിയുന്നതായിട്ട് തോന്നുന്നില്ല. സ്വബോധത്തോടെ ചെയ്യുന്ന ഒരു പ്രകൃതിയായിട്ട് ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല അത്. കാരണം ഒരാളിന് സ്വബോധത്തോടെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇല്ല. മാനസികമായിട്ട് ഇനി എന്തെങ്കിലും അവന് മാനസിക സമ്മർദ്ദങ്ങൾ, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എല്ലാം ഈ പെട്ടെന്ന് ഈ ഒരു സമയത്തുള്ള ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. പെട്ടെന്നാണ്. ഇതിന് മുന്നേ ഒന്നും അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ആർക്കും അറിയില്ല. ഇതിനു മുമ്പ് അഫാൻ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തോ അത് ഈ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു അറിവില്ല. അത്തരത്തില് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല.